സൈബർ മലയാളം വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചർച്ച എൻ്റർ കീയെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ ട്രോൾ പേജുകളിൽ ഈ കീ ആണോ ഉപയോഗിക്കേണ്ടത്, ഇതിവിടെ വെറുതെ വെച്ചിരിക്കുന്നതാണോ തുടങ്ങിയ ചർച്ചകൾ കണ്ടു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഞാൻ സാധാരണ ഈ കീ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ, ഇവിടെ എൻ്റർ ഞാൻ തൊടാറേയില്ല. അപ്പോൾ എൻ്റർ എന്ന കീയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ചർച്ച. എൻ്റർ എന്ന കീ പലപ്പോഴും നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. എൻ്റർ എന്ന കീയുടെ ഇങ്ങനെയാണ് ചിഹ്നം ഉപയോഗിക്കുക. പല കീബോർഡുകളിലും പല കീബോർഡുകളും എഴുതി കാണിക്കാറില്ല. ഞാനൊരു പഴയ കീബോർഡ് കാണിക്കാം. അപ്പോൾ ഇത് TVS ഗോൾഡിൻ്റെ മെക്കാനിക്കൽ കീബോർഡാണ്. ഈ ഒരു സിമ്പിൾ കണ്ടിട്ടുണ്ടാകും, നല്ല വലിപ്പത്തിലൊരു കീയും അതിനകത്ത് എൻ്ററിന് പ്രത്യേക ചിഹ്നമുണ്ട്, ഒരു ആരോ മാർക്ക്. അതാണ് ഞാനിപ്പോൾ ഇവിടെ എഴുതി വരച്ച് കാണിച്ചത്. എൻ്റർ എന്നത് ശരിക്കും ഒരു സമയത്ത് നമ്മളിപ്പോൾ എൻ്റർ എന്ന് വിളിക്കുന്ന ഈ കീ പണ്ട് വിളിച്ചിരുന്നത് റിട്ടേൺ എന്നാണ്. റിട്ടേൺ കീ പ്രസ് ചെയ്യുക എന്ന മട്ടിലുള്ള മെസ്സേജുകൾ ഇപ്പോഴും പല സോഫ്റ്റ്വെയറുകൾക്കകത്തും എഴുതി വരാറുമുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ എൻ്റർ കീയെ അങ്ങനെ വിളിക്കുന്നു, ആ കാണുന്ന സിമ്പലിൻ്റെ അർത്ഥം എന്താണ്, ഇതാണ് നമ്മളിപ്പോൾ ഇന്ന് പഠിക്കാൻ ശ്രമിക്കുന്നത്. ശരിക്കും എൻ്റർ എന്ന കീ വരുന്നത് നമ്മളുടെ ഈ ഒരു ഉപകരണത്തിൽ നിന്നാണ്. നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ഉപകരണമാണ്, ടൈപ്പ് റൈറ്ററാണ്. അപ്പോൾ ഈ ടൈപ്പ് റൈറ്റിംഗ് ഉപകരണത്തിൽ നമ്മളൊരു ലെറ്റർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു എഴുത്ത് കടലാസ് ഒരാൾക്ക് എഴുത്തയക്കണം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എഴുത്ത് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ടൈപ്പ് ചെയ്ത് മുമ്പോട്ട് പോയി ഈ അറ്റം വരെ നമ്മൾ എത്തിക്കഴിയുമ്പോൾ, ഒരു സൗണ്ട് കേട്ടല്ലോ, ഒരറ്റം വരെ എത്തിക്കഴിയുമ്പോൾ കഴിഞ്ഞു, ഇനി നമുക്ക് മുമ്പോട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അടുത്ത ഒരു ലൈൻ താഴേക്ക് വരണം. പക്ഷെ താഴേക്ക് വന്നുകൊണ്ട് മാത്രം കാര്യമില്ല, ആ ലൈനിൻ്റെ തുടക്കത്തിലേക്ക് പോകണം. അപ്പോൾ അതിന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അതിന് ഇവിടെ ഒരു ചെറിയൊരു ലിവർ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഈ ലിവറിൽ പിടിച്ച് ഒന്ന് തിരിക്കുമ്പോൾ ഒരു ലൈൻ ഫീഡ് ചെയ്യപ്പെടും, ഒരു ലൈൻ കറങ്ങിത്തിരിയും. എന്നിട്ട് ഈ മെക്കാനിസം മൊത്തമായിട്ട് നമ്മൾ പിടിച്ച് തള്ളി അങ്ങേയറ്റത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ മനസ്സിലായല്ലോ, രണ്ട് കാര്യങ്ങളാണ് അവിടെ ചെയ്യുക, ലൈൻ ഫീഡ് ആൻഡ് ക്യാരിയേജ് റിട്ടേൺ. അപ്പോൾ ആ കാണുന്ന റിട്ടേൺ എന്ന അർത്ഥത്തിലാണ് നമ്മളിപ്പോൾ റിട്ടേൺ കീ അഥവാ എൻ്റർ കീ എന്ന വാക്ക് ഉപയോഗിക്കുക. കാരണം എൻ്റർ കീ ഒറിജിനലി നമ്മളുടെ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറുകൾക്കകത്തൊക്കെ ടൈപ്പ് ചെയ്ത് അങ്ങേയറ്റം എത്തിക്കഴിയുമ്പോൾ അടുത്ത ലൈനിലേക്ക് വരാനും അടുത്ത ലൈനിൻ്റെ ആദ്യ ഭാഗത്തേക്ക് വരാനുമാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ആ ചിഹ്നം മനസ്സിലായാലോ അല്ലേ, നമ്മൾ ഇങ്ങനൊരു ആരോ ഇടുന്ന ഈ ചിഹ്നത്തിന് എൻ്റർ കീ എന്ന് പറയുന്നത്. അപ്പോൾ ട്രോൾ പേജിൽ കണ്ടൊരു ചർച്ച വെച്ചാണ് എന്നാൽ എൻ്ററിനെ കുറിച്ച് ചർച്ച ചെയ്യാം എന്ന് വിചാരിച്ചത്. അപ്പോൾ ഒരു സാങ്കേതിക കാര്യത്തിലേക്ക് ഒരു പുതിയ അറിവാണെന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള വീഡിയോകൾ തുടർന്ന് കാണണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സൈബർ മലയാളം വീഡിയോസ് എന്ന യൂട്യൂബ് ചാനലിൽ നമ്മളത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അടക്കമുള്ള സോഷ്യൽ മാധ്യമങ്ങളിൽ നമ്മൾ ഇതേ വിഷയം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നന്ദി.